ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എന്താ ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒന്നും ഇനി കളയരുത് കേട്ടോ, നമുക്ക് റീയൂസ് ചെയ്യാം. വീട്ടിൽ തന്നെ പല പല ഡെക്കോർ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാം. ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് 3 ടൈപ്പ് ഓഫ് ഫ്ലവർ വേസ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ കാണിച്ചു തരുന്നത്. ആദ്യം എന്താ ഒരു 7-Upൻ്റെ ബോട്ടിലാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് വെച്ചിട്ട് എങ്ങനെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഫ്ലവർ വേസ് ഉണ്ടാക്കാമെന്ന് കാണാം കേട്ടോ. വളരെ എളുപ്പമാണ്. ഇതിങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ പോർഷൻ ഞാനിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാണ് റൗണ്ട് ഷേപ്പിൽ. കണ്ടോ? ഇനി എനിക്ക് ഒരു റിംഗ് ഷേപ്പിലുള്ളൊരു പ്ലാസ്റ്റിക് കട്ടിങ് ഇതിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതിൻ്റെ ഒരു സെക്കൻഡ് പോർഷൻ കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതാ നമുക്ക് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് പോർഷനും കൂടി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു റിങ് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? ഈ ഒരു റിങ് എന്തിനാ ആവശ്യം വരാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നമുക്ക് ഈ ഒരു റിങ് ഷേപ്പ് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ? ഇതാ ഈ റിങ് ഷേപ്പ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ഒന്നും കൂടി ഒന്ന് ലെവലാക്കി എടുക്കുകയാണ്. അതിന് ശേഷം നമ്മളിതിങ്ങനെ സെൻറ്ററിൽ കൂടെ ചെറുതാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണ്. ഇതങ്ങനെ നീളനെ നമുക്ക് ബോട്ടിൽ കട്ട് ചെയ്തെടുക്കാം. നീളനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓരോ സ്ട്രിപ്സ് പോലെ നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അത് കണ്ടോ? ഇപ്പോൾ സ്ട്രിപ്സ് പോലെ ഞാൻ ഫുള്ള് കട്ട് ചെയ്തു. ഇനി ആ റിങ് അതിന് മുകളിലേക്ക് കൂടെ ആ ബോട്ടിലേക്ക് നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. കാരണം നമ്മൾ ഈ സ്ട്രിപ്സൊക്കെ ഇനി മടക്കി ഇതിലേക്കാണ് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മളിത് അതിൻ്റെ തുമ്പ് എങ്ങനെ ഒന്ന് മടക്കി കൊടുക്കണം. ഓരോ സ്ട്രിപ്പിൻ്റെയും തുമ്പ് നമ്മളിങ്ങനെ ചെറുതാക്കി മടക്കി കൊടുക്കാം. കണ്ടോ? ഇനി അത് ഇതിനകത്തേക്ക് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കയറ്റി കൊടുക്കണം. ആ റിങ്ങിലേക്ക് നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കണ്ടോ? ഇനി നമുക്ക് അടുത്തൊരു ബോട്ടിൽ പരീക്ഷിക്കാം. ഇതൊരു സോഡയുടെ ബോട്ടിലാണ്. ഇതിൻ്റെയും മോൾ പോർഷൻ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ്. നമുക്കിതിനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത പോലെ നമ്മളിങ്ങനെ സ്ട്രിപ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇത് കുറച്ച് ചെറിയ സ്ട്രിപ്സ് എടുക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. കണ്ടോ? ഇനി നമ്മളതിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. ഒരേ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിങ്ങനെ ഒന്നിടവിട്ട് ഇതിങ്ങനെ മടക്കി ഒന്നിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇടയിൽ ഒരു സ്ട്രിപ്പ് വിട്ടിട്ട് അപ്പുറത്തേക്കാണ് നമ്മളിതിങ്ങനെ മടക്കി വയ്ക്കുന്നത്. അത് ഒരിക്കലും നമ്മൾ ജോയിൻറ്റ് വിട്ട് വരില്ല കേട്ടോ. ഇതിങ്ങനെ തന്നെ ജോയിൻ്റ് ആയിട്ട് നിൽക്കും. നല്ല രസമാണിത് കാണാനായിട്ട്. ഇതാ ഒരു മടക്കണ ഒരു ടെക്നിക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കേട്ടോ വീട്ടിൽ കാണാനായിട്ട്. ഇനി അടുത്തൊരു ഫ്ലവർ വേസ് ബോട്ടിൽ ഫാൻറ്റയുടെ ബോട്ടിലാണ് ചെയ്യണത്. ആ സെൻറ്റർ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്ത് കളഞ്ഞു. ഇത് അടിയിലുള്ള പോർഷനിലേക്ക് നമ്മൾ ആ ഒരു സെൻറ്റർ പോർഷൻ കളഞ്ഞിട്ട് ബാക്കിയുള്ള പീസ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കുവാണ്. ഇത് മോൾ വശം ഞാനൊന്ന് ഭംഗിയാക്കാൻ വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇനി അതൊന്ന് നമുക്കൊരു പെറ്റൽസിൻ്റെ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? നമുക്കതിങ്ങനെ ചൂടിൽ കാണിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ഉരുകുമ്പം നമുക്കതിനെ വളച്ചെടുക്കാൻ എളുപ്പമുണ്ട്. അപ്പോൾ അതിന് ആ മോൾ വശം ശരിക്കും ഒരു ഫ്ലവർ പോലെ നമുക്കിങ്ങനെ വളച്ചെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അതിന് പുറകിലോട്ട് വളയ്ക്കാൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അങ്ങനെ നിൽക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്ലവർ വേസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഒന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്തെടുക്കാം. എൻ്റെ ഒരു ഗോൾഡും സിൽവറും കളറുണ്ട്. അപ്പോൾ ഇത് വെച്ച് ഞാനിതൊന്ന് സ്പ്രേ പെയിൻറ്റ് ചെയ്യാണ്. എനിക്ക് ഗോൾഡ് ചെയ്തപ്പോൾ മാത്രം ഭംഗി തോന്നിയില്ല. അപ്പോൾ ഞാനിതെല്ലാം സിൽവർ ആക്കാൻ പോവാണ് കേട്ടോ. കണ്ടോ? എല്ലാ ബോട്ടിലും എന്താ സിൽവർ ആക്കി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്ലവർ വേസുകൾ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായിരിക്കും എന്നും വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ഇത് കളയാതെ ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് എന്നോട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. ലൈക്ക്, ഷെയർ, സബ് ആരും മറക്കണ്ട. ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതായിരിക്കും. പുതിയതായിട്ട് കാണുന്നവരോടാണ് കേട്ടോ ഞാൻ ഈ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് എല്ലാം കണ്ടിരുന്ന എല്ലാ വ്യൂവേഴ്സിനും ഒരുപാട് നന്ദി. സ്റ്റേ സേഫ് ആൻഡ് ബൈ.